ഇത് സ്ത്രീകളല്ലോ പുരുഷന്മാരല്ലേ കണ്ട് അവരല്ലേ മനസ്സിലാക്കണം. ഫെമിനിസം എന്ന് പറയുന്നത് എന്താ? ഈക്വാലിറ്റി ആണ്. എനിക്ക് തോന്നുന്നു ഫെമിനിസം എന്ന് പറയുന്നതിന്റെ ബേസ് തന്നെ ഈക്വാലിറ്റി ആണ്. നമ്മുടെ ചിത്രമാണല്ലോ. 100ാമത്തെ ചിത്രമായാലും 200ാമത്തെ ചിത്രമാണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് പടം കണ്ടവരാണ് എല്ലാരും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ? ആണോ? അങ്ങനെ തോന്നിയോ? ആ പീഡനം അല്ലേ പരിപാടി, അത് കാരണമായിരിക്കും. അതുകൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് ഈ ഒരു ക്യാരക്ടറിന് ചിലപ്പോൾ ഒരു ഇമേജിന്റെ ചിലപ്പോൾ കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കുമല്ലോ. കാരണം ഞാൻ ഇന്റർവെല്ലിൽ കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ പീഡനങ്ങളൊക്കെ. അപ്പോ സ്വാഭാവികമായിട്ട് പടം കണ്ടോ? ആറാട്ടന്നെ സ്ത്രീകളെല്ലാം ഉറപ്പായി കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ഇത്. സ്ത്രീകളല്ലോ പുരുഷന്മാരല്ലേ കണ്ട് അവരല്ലേ മനസ്സിലാക്കണ്ടത് അല്ലേ? പുരുഷന്മാരെല്ലാം മോശമായിട്ട് പെരുമാറണം. അത് പുരുഷനൊന്നും സ്ത്രീയൊന്നുമില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആദ്യം നമ്മൾ ഒരാളോട് തുറന്നു പറയാൻ നമുക്ക് പറ്റണം. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ആദ്യമേ കണ്ടുപിടിക്കപ്പെട്ട നമുക്ക് ഒരുപക്ഷെ ഇതിന് ചികിത്സകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അല്ലാതെ ഇത് ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ആളുകളുടെ മുന്നിൽ വിളിച്ചു പറയുന്നതോട് കൂടിയിട്ട് അയാളുടെയും അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പേരുടെ ജീവിതവും ഇതുപോലെ ഭയങ്കര സംഘർഷപരിതമാവും. അപ്പോൾ അതിനു മുന്നേ ഇത് അറിയുന്ന സമയങ്ങളിൽ തന്നെ ഇതിനു വേണ്ട കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്ന ആളുകളും ഇതിന് ചികിത്സിക്കാൻ പറ്റുന്ന ഡോക്ടേഴ്സൊക്കെ ഇന്നത്തെ കാലത്തുണ്ടല്ലോ. അപ്പോൾ മുൻകരുതലുകൾ എടുക്കുന്ന രീതിയിൽ ഇപ്പൊ അഞ്ജലിയുടെ ക്യാരക്ടർ ലാസ്റ്റ് പോയി സംഭവം നടക്കുന്നതിന് മുന്നേ കേസ് കൊടുക്കുന്നത് പോലെയല്ല, ഡോക്ടറുമായിട്ട് കൗൺസിലറുമായിട്ട് നമുക്ക് കണ്ട് സംസാരിച്ച് പരിഹരിക്കാവുന്നേ ഉള്ളൂ. പലതും പലരുടെയും ബാല്യകാല അനുഭവങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അത് അവരെ കറക്റ്റായിട്ട് ലീഡ് ചെയ്യാനും കറക്റ്റായിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന് വേണ്ട കൗൺസിലർമാരും സൈക്കോളജിസ്റ്റുകളൊക്കെ ഇന്ന് നമ്മുടെ കാലത്തുണ്ട്. കമൽ സാറിന്റെ ഒരു ഗ്യാപ്പിന് ശേഷം വരുന്ന ചിത്രമാണ്. കമൽ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാറ്റേൺ ആണോ? സാറ് ഈ വിഷയം ഇതുവരെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. സാറിന്റെ രീതികളിലൊക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന പോലെ. ചിത്രങ്ങളിൽ ഓരോ കഥാപാത്രങ്ങളെയും കുടുംബ പ്രേക്ഷകരൊക്കെ വെന്റിലേറ്റിയിട്ടുണ്ട്. അതേപോലെ 20 വർഷം മുമ്പ് ഇറങ്ങിയ കഥാപാത്രങ്ങൾ വരെയൊക്കെ ആൾക്കാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്വപ്നക്കൂടിലെ പൃഥ്വിരാജ്, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിലും അതിനു മുന്നേ ഉണ്ട് പടം. അതേപോലെ ഉണ്ണികളെ, കാക്കോത്തിക്കാവില്, ഉള്ളടക്കം. അതേപോലെ ഈ ഒരു കഥാപാത്രവും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു കഥാപാത്രത്തിനെ ആൾക്കാർ ഏറ്റെടുക്കുന്നത്, ഈ കഥാപാത്രത്തെ ആളുകൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. നമ്മുടെ ഇടയിലുള്ള ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ ആ കഥാപാത്രം ചെയ്ത ആള് അതിന് അയാളെയാണല്ലോ ഇപ്പൊ അയാളുടെ സ്വഭാവ സവിശേഷതകളല്ല ഈ ക്യാരക്ടറിന്റെ എടുക്കണം. അത് പെർഫോമൻസ് എന്ന രീതിയിൽ എടുക്കാം. ഒരു സ്വഭാവം എന്ന രീതിയിൽ നമ്മളത് കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യണം. ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കും. ഇതേ ക്യാരക്ടർ, ഈ സ്വഭാവത്തിന് നമ്മൾ നെഞ്ചിലേറ്റിയിട്ട് കാര്യമില്ലല്ലോ. ഈ സ്വഭാവം പോലെ ആവാതിരിക്കാനല്ലോ നമ്മൾ നോക്കട്ടെ. ഇതൊരു പെർഫോമൻസ് എന്ന രീതിയിൽ ഈ കഥാപാത്രം ചെയ്ത ആൾ അല്ലെങ്കിൽ ആ പെർഫോമറെ നമുക്ക് നെഞ്ചിലേറ്റ് അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുകയോ ഒക്കെ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാൻ പറ്റും. ഈ സ്വഭാവത്തെ നമ്മൾ ഒരിക്കലും നെഞ്ചിലേറ്റി കൊണ്ടുപോകരുത് ഈ ക്യാരക്ടർ. 2-3 പേര് പറഞ്ഞു ഒരു ഫെമിനിസ്റ്റ് ചായവുള്ള സിനിമയാണ്. ഫെമിനിസ്റ്റ് ചായവുള്ള സിനിമയാണ് പറയുന്നത്. ഇതാണ് പടത്തിലെ സ്ത്രീകൾ. അപ്പൊ സ്ത്രീകളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. മെറീന ചോദിക്കേ, ഇത് ഫെമിനിസ്റ്റ് ചായവുള്ള പടമാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്.
ആണോ? അങ്ങനില്ല. ഇത് ഒരു ഫെമിനിസ്റ്റ് ചായവുള്ള പടമാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഞാൻ അങ്ങനെ പറയാം. ഫെമിനിസം എന്ന് പറയുന്നത് എന്താ? ഈക്വാലിറ്റി ആണ്. എനിക്ക് തോന്നുന്നു ഫെമിനിസം എന്ന് പറയുന്നതിന്റെ ബേസ് തന്നെ ഈക്വാലിറ്റി ആണ്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ത് സിനിമ. ഇവിടെ ഇപ്പം എന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഐഷു എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സംഭവം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളാണ് പറയുന്നത് ഫെമിനിസ്റ്റ് സിനിമയാണോ അല്ലെങ്കിൽ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഐ ഡോണ്ട് നോ ദാറ്റ് ടേം ബട്ട് വാട്ടെവർ ഇറ്റ് ഈസ്. അത് നിങ്ങളാ തീരുമാനിക്കുന്നത്. 2-3 റിവ്യൂവിന്റെ സമയത്ത് അങ്ങനെ ഒരു തോന്നുന്നത് ഫെമിനിസ്റ്റ് ചായവുള്ള സിനിമയാണ്, സ്ത്രീകളെ നന്നായിട്ട് ഇത് ആരാണ് എടുത്തത്? ആരാണ്? അല്ല, ഇതിന്റെ ഡയറക്ടർ സ്ത്രീ അല്ലല്ലോ. പുള്ളിയുടെ ലെൻസിലൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ കണ്ണിലൂടെ കാണുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. കാരണം നമ്മളൊരു സിനിമ കാണുമ്പോൾ അത് ഫെമിനിസ്റ്റ് ആയിട്ടാണോ നമ്മൾ അതിനെ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു ശരിയുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണ്ടേ. അപ്പോൾ കമൽ സാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് നമ്മൾ സംസാരിക്കണ്ടേ എവിടെയെങ്കിലും. നിങ്ങൾ സിനിമ കാണും, സിനിമ കണ്ടിട്ട് നിങ്ങൾ പറയാം. പല റിവ്യൂകളും വരും. ഇപ്പോൾ ഇത് ആദ്യത്തെ ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇനി കാര്യങ്ങൾ വരട്ടെ. ഇത് തീർച്ചയായും സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ചർച്ച ചെയ്യാനായിട്ട് ആൾക്കാർ മടിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഫാമിലിയിലാണെങ്കിൽ പോലും വൈഫ് വീട്ടിൽ പോലും പറയാനായിട്ട് മടിക്കുന്ന, അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാൾ പോലും പുറത്തേക്ക് പറയാൻ മടിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. അത് ഇപ്പോൾ വിവേകാനന്ദനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട്, ഞാൻ പറയുന്നില്ല, വിവേകാനന്ദനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അയാൾ ഒരു പക്ഷേ ചിലപ്പോൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കുമായിരിക്കും. പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മൾ ഓപ്പണായിട്ടത് പറയണമെന്നുള്ളതാണ്. ചിത്രമാണല്ലോ, 100ാമത്തെ ചിത്രമായാലും 200ാമത്തെ ചിത്രമാണെങ്കിലും നമ്മൾ അല്ല ആ ഒരു സന്തോഷം തിയേറ്ററിൽ ഇരുന്നപ്പോ എങ്ങനെയായിരുന്നു? സന്തോഷം നമ്മൾ ആദ്യ പടം കാണുന്ന പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ പടത്തിന്റെ സന്തോഷം തന്നെ നമുക്ക് പടം ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ പടം കണ്ടിട്ടുള്ള ആളുകൾ, ഫ്രഷ് ആയിട്ട് കാണുന്ന ആളുകൾ, സാധാരണ ആളുകൾ പഠിക്കുന്ന കഥകളും അല്ലെങ്കിൽ പറയാൻ ആൾക്കാർക്ക് പേടിയാവുന്ന കഥകളോ കഥാപാത്രങ്ങളാണ് ഷൈൻചേട്ടൻ ചെയ്തെന്ന് പറയുന്നത്. അതിലെന്ത് പേടിയാവാന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള സ്വഭാവം തന്നെ. നമുക്ക് ചില സമയങ്ങളിൽ ഇങ്ങനത്തെ സ്വഭാവ വൈകൃതങ്ങൾ നമുക്ക് തോന്നാം അല്ലേ, നമ്മളിൽ തന്നെ. നമ്മളത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല, അതിനെ നമ്മൾ കൊണ്ടുപോകാറുമില്ല. അപ്പൊ നമ്മളിൽ തന്നെ ഉള്ള ഇതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇത് ചെയ്യുന്നത് മൂലം ആളുകൾ അങ്ങനെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അതേപോലെ വിചാരിക്കുന്നവരുണ്ട്, റൊമാൻറ്റിക് ക്യാരക്ടർ ചെയ്യുമ്പോൾ അതേപോലെയാണ് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അത് ചെയ്യുന്നവർ അതിപ്പോൾ ഒരു പെർഫോമൻസ് അല്ലേ, പെർഫോമൻസ് ആയിട്ട് മാത്രമേ എടുക്കുള്ളൂ നമുക്കറിയാം. അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലെ ആളുകൾ, നമ്മുടെ സമൂഹത്തിലെ ആളുകൾ വെറുതെ ആർക്ക് ഗുണമാണോ?